നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓക്കെ, ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ നിന്റെ എല്ല് ഞാനിങ്ങ് ഊരിയെടുക്കും. മനസ്സിലായടാ മണി കണ്ട. ദൈവമേ, ഇവൻ ഇവിടെയും വന്നോ? ഇനി ഞാൻ ഇവിടെ ഉണ്ടെന്ന് വല്ല സംശയവും? ഇവിടെ തിരക്കി പോലീസ് വന്നെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. വെറുതെ അല്ല ഞാനിവളെ രക്ഷിച്ച്. ഇവളെ സ്വഭാവം ശരിക്കും മനസ്സിലായി. കാണാന്നല്ല മുഞ്ച്. വരട്ടെ, നമ്മളോടൊക്കെ തന്നെ ഉണ്ടല്ലോ, നോക്കാം. അശ്വതീച്ചി, ഞാൻ എത്താൻ താമസിച്ചോ? ഞാൻ നിന്നെ വിളിച്ചിവിടേക്ക് വരാൻ പറഞ്ഞിട്ട് കുറച്ച് സമയമല്ലായുള്ളൂ. ഇന്നലെ ശ്യാമ വേഗം എത്തി. അല്ല, എന്താ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. എനിക്കൊരു കൺഫ്യൂഷൻ. എന്ത് പർച്ചേസ്? കേക്കട്ടെ. അത് ഞാൻ നിന്നോട് എന്താ കാര്യം? എന്തായാലും എന്നോട് പറയരുതോ? അത് ശ്യാമേ, നാളെ ഞങ്ങളുടെ വിവാഹ വാർഷിക. അശ്വതീച്ചിയുടെയും അരുണേട്ടന്റെയും വിവാഹ വാർഷികമാണോ? അതെ. അപ്പോ അത് ആഘോഷാക്കാനാണോ രണ്ടുപേരുടെയും തീരുമാനം? അരുണിനൊരു പക്ഷെ ആ ദിവസം ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ എന്റെ ജീവിതത്തിലെ ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. എന്റെ കയ്യിൽ അധികം രൂപയൊന്നുമില്ല. എന്നാലും അരുണിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അതിനിറങ്ങിയതാ ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ. എന്ത് ഗിഫ്റ്റാ വാങ്ങേണ്ടെന്ന് അതെനിക്കറിയില്ല ശ്യാമേ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടല്ലേ, അതാന്ന് തോന്നുന്നു ആകെ ഒരു കൺഫ്യൂഷൻ. ശ്യാമയ്ക്കാവുമ്പോ ഇതൊക്കെ നല്ല നിശ്ചയല്ലേ. എന്താ വേണ്ടേന്ന് നീ ഒന്ന് സെലക്ട് ചെയ്ത് തരണം. അതിനെ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ. ഇത്രേ ഉള്ളോ? ഇത് സിമ്പിൾ കാര്യല്ലേ. ആദ്യം നമുക്ക് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോവാം. ഓ, അതാ നല്ലതല്ലേ? അതെ, ഒരു കേരള സ്റ്റൈൽ ആയിക്കോട്ടെ. നല്ലൊരു മുണ്ടും ഷർട്ടും. എന്തു പറയുന്നു? അരുണിന് നന്നായി ചേരുവല്ലേ? പിന്നല്ലാതെ, മുണ്ടും ഷർട്ടും അരുണേട്ടന് അടിപൊളിയായിരിക്കും. അപ്പോ മുണ്ടും ഷർട്ടും എന്താ, ഓക്കെ അല്ലേ? അതിഷ്ടായി. എന്നാ വാ, നമുക്ക് അപ്പുറത്തെ ടെക്സ്റ്റൈൽസിൽ നിന്ന് സെലക്ട് ചെയ്യാം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.